വില്ലുമോന്റെ സ്റ്റോറി എന്താ? കഴിവറാമോൻ ഇന്നലെ ഞാൻ ഇട്ടേനെ എന്നെ എന്തെങ്കിലും തിരിച്ച് പണിയതായിരിക്കും കേട്ടാ. സത്യം. ലൈവ് ഓൺ വൈറ്റ്. ഇതൊക്കെ ആരാടാ ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്തു കൊടുക്കണം? നിനക്കൊക്കെ എന്ത് സന്തോഷമാടാ ഇതിലൊക്കെ കിട്ടണേ? എനിക്ക് അറിയാൻ ഇത് ആരാ ഫോട്ടോയൊക്കെ മറ്റേ എങ്ങനെ ലീക്കായി അല്ലേ? കഴിവറാ മോനെ, നീയാണ് ഇതിന് കാരണം, മനസ്സിലായ? നീയാണ് ഇതിന് കാരണം. ഇത് കണ്ടായത് നിങ്ങള്? ഇത് കണ്ടായത്? ഇത് ബാഡ് ബോയ്. ഇതിലൊരു സാമ്പ്രാണിയും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റേ അതിനകത്ത് സലീം കുമാർ ഞാൻ കറക്റ്റ് എക്സാക്ട് സാധനം അത് തന്നെ ഞാൻ. പിന്നെ ഒരു മാറ്റവും ഇല്ല അതില്, കറക്റ്റ് അത് തന്നെ. ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ അത്? ഇതൊക്കെ എന്ത് സുഖമാണ് കിട്ടണത്. ഇവനൊക്കെ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു, കണ്ടു ഇവനെയൊക്കെ ഞാൻ എന്തിനു പറയാനാണ്. ഇവനെ ഇത് കഴിഞ്ഞിട്ട് വില്ലുമോന്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു കേട്ടാ, അടുത്തെന്നാണ്ട് വില്ലുമോന്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. 2-3 ദിവസത്തിനകത്ത് അവന്റെ ബർത്ത്ഡേ എന്തോ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് മാസി കൊടുക്കാം. അതത്രേ ഉള്ളു. നിന്നെ അവിടെ രഘുലേ എടാ എവിടായിരുന്നു? സുഖമാണല്ലേ നിനക്ക്? ഇന്നെങ്ങനെ നമുക്ക് ഇത് അറബി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു നേരം പബ്ജി കളിച്ചാലോ? ഓക്കെ, അപ്പൊ നാളെ ജോലിക്ക് പോണ്ട കേട്ടാ. ഫ്രൈഡേ പോയിലേക്ക് 2 നാള് കട്ട്. എടാ എന്താടാ അങ്ങനെ? നാളെ വെള്ളിയാഴ്ച കിക്ക് കോൺട്രാക്ട് കിട്ടിയിട്ടില്ല ബ്രോ. കോൺട്രാക്ട് ഇടണമെങ്കിൽ 2-3 മാസം നമ്മൾ ടെസ്റ്റ് സ്ട്രീം ഒക്കെ ചെയ്ത് നോക്കണം. കുറച്ച് ദിവസം പാർട്ണർ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. പാർട്ണർ പ്രോഗ്രാം വെച്ചിട്ടാണ് ഇപ്പൊ കറന്റ് സ്ട്രീം ചെയ്യണം. പിന്റെ മെസ്സേജ് നോക്ക്. എന്റെ ഇതിലും നല്ല പിക്ക് ഉണ്ട്, ഞാൻ ലീക്ക് ആക്കട്ടെ എന്നാണ്. ജോക്കർ ബ്രോ ദയവ് ഇത് ചെയ്യരുത് ജോക്കർ ബ്രോ പ്ലീസ്. അന്നത്തെ ട്രിപ്പിലാണ് ഇതെല്ലാം ഇതായത്, മനസ്സിലായ? അതിലാണ് ഇതെല്ലാം ആയത്. സെക്കൻഡ് വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടു ഒരു ഫോട്ടോ, സെക്കൻഡ് വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടെന്നു. ഏട്ടാ നീയൊക്കെ എന്തൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടാ അതിനകത്ത്? ഇനിയുണ്ട് കുറച്ച് കിടില സാധനങ്ങൾ. ബർത്ത്ഡേക്ക് ഒട്ടിക്കാന് കിടില ഒരു സാധനം എന്റെ ഒന്നുണ്ടായിരുന്നു, മറ്റേ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത്. അവിടെ ഓഫ്ലൈനിൽ പിള്ളേരെ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടാ നീയൊക്കെ ഇവിടെ ഇരുന്നോ? അത് പ്രാക്ടീസ് അല്ല, അത് അവരാതെ പറയുക കേറി ചെല്ലല്ലേ. പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കേറി ചെല്ലുമ്പോഴത്തേക്ക് ഇത് നോക്കടാ. ഈ ലൈവ് വന്നില്ലേ? ഇല്ല, വന്നായിരുന്നു. ഷെയർ സ്ക്രീൻ ഗൈസ്. സത്യമായിട്ട് ഞാൻ ഈ കണ്ണാടി വെച്ച് ഇരുന്നതല്ല, ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുവോ, മനസ്സിലായോ? ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. എററുണ്ട് ഈ ആ ഫോട്ടോയില്. എന്ത് 6 പാക്ക് എങ്ങനെ വന്ന്? ഈ കണ്ണാടി എന്റെ മുഖത്ത് കൊണ്ട് വെച്ചതാ ഗൈസ്, സത്യം ഞാൻ പറയാം. ഈ കണ്ണാടി എന്റെ മുഖത്ത് കൊണ്ട് വെച്ചതാണ്, മനസ്സിലായ? എടാ ഇതാ ഇന്നത്തെ ഫോട്ടോ. ഇതാണ് നമ്മുടെ ആം റെസ്ലിംഗിന് പോണ കുട്ടി, മനസ്സിലായ? ഇതാണ് ആള്. ഇന്ന് നമ്മള് പോയി കണ്ടത് എവിടെയാണ്? ചേട്ടനാണോ? കിക്ക് പാർട്ണർ പ്രോഗ്രാമില് കോൺട്രാക്ടിന്റെ എത്ര സാലറി ഉണ്ടാവുക? അതിന്റെ 1/3 പോലും ഇല്ലടാ. ഞാൻ പറയാം, യൂട്യൂബിൽ നമുക്ക് ആവറേജ് ഉണ്ടാക്കാൻ പറ്റില്ല. കോൺട്രാക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ പാനൽ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കൺട്രോൾ പാനൽ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അത് കാണിക്കാൻ പാടില്ല സ്ട്രീമില്. അപ്പൊ ഇല്ല, ഞാൻ ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയാണ് ഗൈസ്, ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയണം. ഞാൻ അങ്ങനെ കള്ളം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉറപ്പായിട്ടും പറഞ്ഞേനെ. ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയാണ്, അങ്ങനെ കോൺട്രാക്ടിന്റെ സാലറി ഒന്നും അതിനകത്ത് കിട്ടത്തില്ല. വെച്ചാൽ പാർട്ണർ പ്രോഗ്രാം ചെറിയ സ്ട്രീമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന സാധനമാണ്. അതായത് കിക്കില് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര ചെറിയ സ്ട്രീമേഴ്സാണ്, മനസ്സിലായി? സത്യമായിട്ടും കിക്കില് 70,000-80,000 വാച്ചിങ് ഉള്ളതെടുത്ത് നമ്മൾ 10,000-15,000 വാച്ചിങ് കൊണ്ടുവരാന്ന് പറയുന്നത് അവർക്ക് വലിയ കാര്യമുള്ള കാര്യമല്ല, മനസ്സിലായി? പിന്നെ ഇന്ത്യയിൽ അവർക്ക് ഇത്രയും വലിയ ഒരു അല്ലെങ്കിൽ വലിയ കോൺട്രാക്റ്റുകളൊക്കെ തന്നിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. ഇത് ഇന്ത്യൻ കമ്പനി അല്ലല്ലോ, അതാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞേനെ, ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു. കാരണം നിങ്ങൾ ഇത്രയും പേര് എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേനെ. ഞാൻ ഇന്ന് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, നീ കണ്ടായിരുന്ന? ഇല്ലല്ല, ഞാൻ അൺഫോളോ ചെയ്തേക്കോ നിന്റെ കക്ഷൻ. ഞാൻ ഒന്ന് പറയട്ടെ ഈകളെ, ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരുന്നു കേട്ടാ. മെന്നിവിടെ അയച്ചെന്ന്
തള്ള ഞാൻ ഫുഡ് കഴിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. എനിക്ക് ഞാൻ കഴിക്കുമ്പോ കക്കൂസിൽ അപ്പി കിടക്കുന്നതും ഇതൊക്കെയാണ് എനിക്ക് റീലായി കിടക്കണം, മനസ്സിലായ? ഒരു സമയത്ത് കുറച്ച് ആന്റിമാരുടെ വീഡിയോസ് ആയിരുന്നു. അപ്പൊ അത് ബെന്നി മാലു ഒരു ദിവസം തൂക്കി തലക്ക് അടിച്ച് പിന്നെ അത് അയക്കത്തില്ല, മനസ്സിലായ? അതിനുശേഷം അത് അതായിരിക്കൂല. അപ്പൊ പിന്നെ ഇപ്പൊ ഇത് പൊക്കിയാലും കലിപ്പില്ല. ഇപ്പൊ കക്ഷം ഇതൊക്കെയാണ് എനിക്ക് കാണാൻ വയ്യാത്തോണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവനെ. നമുക്ക് എല്ലാം കൂടെ കാണുന്നത് ചിലപ്പോ പണി കിട്ടും കൈസ്, എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാവരും കണ്ടിന്യൂസ് നമുക്ക് DLC കളിച്ചായിരുന്നടാ പുതിയ ഇറങ്ങിയത്. DLC ഞാൻ കളിച്ചു തീർത്ത്. മെന്നി 3 വട്ടം കളിച്ചു തീർത്ത് ഞാൻ വൂക്കോങ് ആയി. അൾട്ടിമേറ്റ് പവർ അത് കഴിഞ്ഞിട്ട് ഞാൻ DLC കളിച്ചു തീർത്ത് എല്ലാ ബോസിനെയും ഹാർഡാക്കി അവന്മാര് വീണ്ടും ഇറക്കി, അതും ഞാൻ കളിച്ചു തീർത്ത്. അത് കംപ്ലീറ്റ്ലി ഞാൻ കളിച്ചു തീർത്ത്. പുതിയ DLC നമുക്ക് ലൈവ് ഇട്ട് ഒന്നുകൂടെ കളിച്ചാലോ? പുതിയ DLC വന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ കളിച്ചു നോക്കിയാൽ. വീണ്ടും ഇറങ്ങിയ അല്ലല്ല, ലാസ്റ്റ് ഇറങ്ങിയ DLC ഞാൻ കളിച്ചു തീർത്തു ഗൈസ്. ഇല്ല എന്നത്തെ അച്ചീവ്മെന്റ് എടുപ്പണ്ടാ, കാണിച്ചു തരാം. വാങ്ങിച്ചോടെ? ഇല്ല പിന്നെ ഇല്ല, ഞാൻ വേണം എന്റെ അക്കൗണ്ട് തരാം, വേണം കളിച്ചോ. എന്റെ മറ്റേ എഡിഷൻ നമ്മള് കളി വാങ്ങിച്ച് തന്നെ കളിക്കണം, ആരെങ്കിലും കൊണ്ട് പൈസ കൊടുപ്പിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് ഡെവലപ്പർമാരെ നമ്മള് ചതിക്കാൻ പാടില്ല. ഓക്കെ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പൊ ഈകള് മൂഞ്ചിച്ചടാ രഘുലേ, എടാ നീ എനിക്കൊരു കളി വാങ്ങിച്ചു തരാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എടാ രഘുല 1 ലക്ഷം രൂപ സാലറി മേടിച്ചിട്ട് അളിയാ. അല്ല രഘുല എനിക്ക് ഈകള് പറ ഈകളെ, എടാ ഞാൻ എനിക്ക് കളി വാങ്ങിച്ചു തരണ്ടല്ലേ. റിബല് 33,000 രൂപ എന്തോ പൊട്ടിച്ച് സ്കിന്നിന്. 2000 രൂപ സ്കിന്ന് കിട്ടി. ബുക്കാട്ടി 2000 രൂപയ്ക്ക് സ്കിന്ന് കിട്ടി ഗൈസ് ബാബുവിന്. അവന് മുട്ടാൻ ഭാഗ്യമാണ്, നേരത്തെ ഇതുപോലെ തന്നെ ഞാൻ ആലോചിക്കണം. അതാണ് 2000 രൂപയ്ക്ക് അണ്ണ ഒന്ന് കറക്റ്റ് 1 ലക്ഷം രൂപ മേളിൽ പോകും നോക്കാം. എടാ 30,000 രൂപ മാക്സാ, 33,000 രൂപ മാക്സാ. മാക്സിൽ നിനക്ക് അധികം പൈസ വേണ്ട, ആവശ്യമില്ല. 2 ടൈപ്പ് സ്കിൻ ഉണ്ട്, അതായത് നോർമൽ ബുക്കാട്ടി ഉണ്ട്. 33,000 രൂപ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ താറിന്റെ ഒരു പ്രോമാന്റെ മെമ്പർ വെക്കും ഞാനിപ്പോ, മനസ്സിലായ? ഇപ്പൊ ഞാൻ തന്തോയി വായി ഇല്ല വെക്കണം. എടാ രഘുലേടേ ഊക്കം വാങ്ങിച്ചായി അടി ഇടിച്ചതാ. എന്താടാ അടി താറിന്റെ അടിയോ? ആ താറിന്റെ അടി ഇടിച്ചത് മറ്റേ വേരുണ്ട്. എടാ അതൊന്നും ഒന്നും അതിന് ഏക്കു പോലും ഇല്ലടാ അതിനൊന്നും. അത് മറ്റേ അടിയിലത്തെ കാടിലാ തട്ടിയത്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. സർവീസ് ഒക്കെ കഴിഞ്ഞപ്പോഴേ. നടക്കട്ടെ എന്നാ ശരി, ടാറ്റാ. ഞാൻ രഘുലിനെ വിളിച്ച് താഴെ കൊണ്ടുപോയിട്ട് വരാം. കാർ എടുത്ത ഗൈസ്, സത്യം പറഞ്ഞാൽ നിങ്ങള് ഇത്രയും നാളായിട്ട് ഞാൻ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടികൾ മൊത്തം നോക്കുന്നത് വിനീതാണ്, മനസ്സിലായോ? അതായത് എന്റെ BMW സെൽട്ടോസ്, അത് റോഡിൽ ഇറങ്ങുമ്പോ പൊടി അഴുക്കൊന്നും ഇല്ലാതെ കുപ്പിയിലെ വെള്ളം നോക്കി കുപ്പിയിലെ വെള്ളം മേടിച്ച് കഴിയുന്ന അവനാണ്, മനസ്സിലായോ? സോ ബോബോയ് അവന്റെ താറ് കൊടുക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ ബോബോയ് അവന്റെ താറ് കൊടുക്കുവായതുകൊണ്ട് ഞാൻ കുറെ നാളായിട്ട് വിനീതിന് ഈ പറയണത് പോലെ ഒരു വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞ. ഞാനത് ഇല്ല, നിങ്ങൾക്ക് ഓണർഷിപ്പ് ഇപ്പൊ മാറ്റുന്നേ ഉള്ളൂ, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വിനീതിന് വേണ്ടിയിട്ട് എടുത്തൊരു വണ്ടിയാണ് സത്യം പറഞ്ഞ താറ്. നമുക്ക് ഓഫ് റോഡും ബാക്കി ഇതെല്ലാം പോകാനുള്ള വെച്ച് അവൻ എത്രയും നാളെ എന്റെ, അതായത് ഫ്രം ദ സ്ക്രാച്ച് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ എല്ലാ വണ്ടിയും അവൻ തന്നെയാണ്, അവന്റെ തന്നെയാണ്. അല്ലാതെ എന്റെ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കൺസിഡർ ചെയ്തിട്ടില്ല. എന്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടിയെ കിടപ്പുണ്ടായിരിക്കുള്ളൂ. സോ അപ്പൊ ഞാൻ അവന് വേണ്ടിയിട്ട് എടുത്തൊരു വണ്ടിയാണത് സത്യം പറഞ്ഞ. അപ്പൊ ഇപ്പം അവന്റെ പേരിൽ ഞാൻ കംപ്ലീറ്റ്ലി അത് അവന്റെ അടുത്തുനിന്ന് മാറ്റി കൊടുത്തു. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ലിറ്ററലി എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാണ് മാനേജ് ചെയ്യണം, മനസ്സിലായോ? അതായത് ഈ പറയണത് പോലെ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, വെളിയിലത്തെ ഇവന്റ്സ് ആയിക്കോട്ടെ, എല്ലാം അവൻ തന്നെ ചെയ്യണം. അപ്പം എനിക്കറിയാം എത്ര നാളായിട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. സോ അപ്പം അവനാണ് എല്ലാം മാനേജ് ചെയ്യണത്. സോ അപ്പം അവന് വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണത് താർ. ബസ് എന്താ പോടാ ഇവിടുന്ന് ബസ്സോ? നിനക്കൊക്കെ എന്തെങ്കിലും പറയാം. മസ്റ്റ് എക്സ്പീരിയൻസ് സാധനമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും കണ്ടിരിക്കേണ്ട ഐറ്റമാണ്. 50 കരകളിൽ നിന്ന് 200 പ്ലസ് കലകൾ, 50 കരകളിൽ നിന്ന് 200 പ്ലസ് കാളകളാണ് വരുന്നത്. 7th ഫ്ലോർ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉള്ള തൊട്ട് അരിമണിയുടെ അത്ര ഉള്ളത്. പിന്നെ ഗോൾഡിൽ പണിഞ്ഞതും സിൽവറിൽ പണിഞ്ഞതും ആകെ പറ്റുന്ന ഒക്ടോബർ 3 പോരാ. ലോകത്തിലെ ഏറ്റവും വലിയ കാളകെട്ട് മഹോത്സവം, കേരളത്തിലെ തന്നെ 7 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റാ. അതന്നെ ഏറ്റവും വലിയ 72 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടുകാളയുടെ വേൾഡ് റെക്കോർഡുള്ള കാലഭൈരവനിൽ തുടങ്ങി
7 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഏറ്റവും ചെറിയ കെട്ടുകാഴ്ചയുടെ റെക്കോർഡ് വരെ. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ക്ഷേത്രത്തിലെ 28ാം ഓണാഘോഷം, 52 കരകളിൽ നിന്നുള്ള കെട്ടുത്സവങ്ങൾ കൂടാതെ 100-ലധികം കെട്ടുകാളകൾ, ഓണാട്ടുകരയുടെ ഒരു വർഷത്തെ കാത്തിരിപ്പും, മധ്യ തിരുവിതാംകൂർ കണ്ട ഏറ്റവും വലിയ ഉത്സവ കാഴ്ചയും, പറഞ്ഞാൽ തീരാത്ത അത്രയും പ്രത്യേകതകളുള്ള ഓണാട്ടുകരയുടെ പൂരം. മലയാളികൾക്ക് എന്നും ആഘോഷം ഓണമാണെങ്കിലും ഓണാട്ടുകരക്കാരുടെ ആഘോഷം അത് എന്നും 28ാം ഓണം തന്നെയാണ്. ഈ വർഷത്തെ എന്ത് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? നോക്കട്ടെ, കാണാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കാണാം. റോമാന്റെ മെമ്പർ പ്ലേസ് കോണ്ടാക്ട് ഓട്ടോ KTM. ഓക്കെ, നോക്കാം ബ്രോ, നോക്കാം. Just a game release event. The game 9 years ago, Sony made the biggest reveal history, and the crowd went berserk. Roar! That dome hammer doesn't scare me. Boom! Oh no! Boy. എന്തോ Boy. Your mother's knife. It belongs to you now. What for? A test. She taught you to hunt, yes? Yes, sir. Then show me what you know. I am hungry. Feed us. 9 വർഷമാണ് ഗോഡ് ഓഫ് വാർ ഇറങ്ങിയിട്ട്. ഞാൻ ചിന്തിക്കണേ. എടാ, ഞാൻ ഇതുവരെ ഗോഡ് ഓഫ് വാർ കളിച്ചില്ല അളിയ, ഇതുവരെ ഞാൻ എന്നിട്ട്. ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ കളിച്ചിട്ടുണ്ട്. പ്ലേ സ്റ്റേഷനിൽ കളിച്ചിട്ടുണ്ട് ഞാൻ. ഞാനും PS4 കളിച്ച. ഗോഡ് ഓഫ് വാർ ഫസ്റ്റ് ഇതാണോ? അതന്നെ ഫസ്റ്റ് ആണോ അടിപൊളി? ഫസ്റ്റ് കളിച്ചാലല്ല മറ്റേത് കളിച്ചിട്ട് കാര്യമുള്ളൂ. അളേ 2 വാങ്ങിച്ച് ഇടാ അങ്ങോട്ട് തള്ളയിടാ. നീ ഒരു 9,000 രൂപ വെച്ചെന്നേ. അയ്യോ ரொம்ப ജാസ്തി. 4,000 രൂപ. വാളിയ കേട്ടി. You had to grow up to realize this food cooked by your home is the real luxury. ഇതിന് ഗ്രോ അപ്പ് ആവുമ്പോഴല്ല ഇത് ശരിക്കും ഇത് മനസ്സിലാവണേ. എപ്പോഴാന്നറിയോ? ഞാൻ എപ്പോഴാന്നറിയോ? ഒന്നെങ്കിൽ പഠിക്കാൻ ദൂരത്തുള്ള എവിടെയും ഒരു ഹോസ്റ്റലിൽ പോകുമ്പോ, അല്ലെങ്കിൽ പ്രവാസിയായിട്ട് പുറത്തു പോകുമ്പോ. ഈ രണ്ട് സമയത്താണ് നമുക്ക് വീട്ടിൽ നിന്ന് മാറിയിരിക്കണ സമയത്തായിരിക്കും ഇതിന്റെ വില അറിയണം. എന്റെ പൊന്നോ, ഇപ്പോഴും ഞാൻ പറയാം, പഠിക്കണ സമയത്ത് ഹോസ്റ്റലിലായിരുന്നു വിഷമമായിരുന്നു. ഇടയ്ക്ക് ഇപ്പൊ ദുബായിലായിരുന്ന സമയത്ത് ദുബായിൽ. ഇപ്പം ഞാനിപ്പോ ഓണം കഴിയുമ്പോ ഇപ്പൊ എനിക്ക് വീണ്ടും തിരിച്ചു പോകുമ്പോൾ ഞാൻ ഈ വീണ്ടും അവസ്ഥയാവും. വീട്ടിലിരിക്കുമ്പോ വീട്ടിലുള്ള ഫുഡ് കഴിച്ചില്ല. വീട്ടിലിരിക്കുമ്പോ ഹോട്ടലിൽ പോണം. വീട്ടിലിരിക്കുമ്പോ ഹോട്ടലിൽ പോയേ പറ്റുള്ളൂ എനിക്ക്. വീട്ടിലിരിക്കുമ്പോ ഹോട്ടലിൽ പോണം, KFC തിന്നണം, ഷവർമ തിന്നണം. പക്ഷെ 2 ദിവസം മാറി നോക്ക്. ഇപ്പൊ വീട്ടിലുള്ള ഫുഡ് വേണം. ബാംഗ്ലൂര് പഠിക്കുന്ന സമയത്തെ കഴിച്ചു നമ്മുടെ PGയില് രാത്രിയില് ലെമൺ റൈസ് ഒന്നും പരിപ്പ് കറിയൊന്നും പറഞ്ഞൊരു അപ്പി തരുമായിരുന്നു. ലെമൺ റൈസും പരിപ്പ് കറി. ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുവേ. എനിക്ക് ഇപ്പോഴും ആ റൈസ് ട്രോമയാ. എനിക്ക് ആ റൈസ് ഇപ്പോഴും ട്രോമയാ, സത്യം പറയാലോ. ഞാനിപ്പോ വേറെ ഫുഡ് കഴിക്കുന്നുണ്ട്, അത് പുച്ഛിക്കുമെന്ന് പറയുമല്ല കേട്ടോ. ആ സമയത്തില്ലേ, അത് ഞാൻ കഴിച്ചിറക്കിയ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അയ്യോ എന്റെ പൊന്നോ, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക്. അതിന് പിന്നെ മറ്റേ വലിയ നീളമുള്ള റൈസിന് എന്തുവാ പറയണം, നമ്മുടെ നാട്ടിലെ റൈസ് അല്ലാതെ ഈ വെളി നോർത്ത് ഇന്ത്യനിലെ ബസ്മതി റൈസ് അതെനിക്കിപ്പോ കഴിക്കാൻ പറ്റൂല. എനിക്ക് അന്ന് ട്രോമ ആയതാണ് അത്. അതിനിപ്പോ എനിക്ക് കഴിക്കാനേ പറ്റത്തില്ല. അത് എത്ര നന്നായിട്ട് വീട്ടിലുണ്ടാക്കിയാലും എനിക്കത് കഴിക്കാൻ പറ്റൂല. എങ്ങനെയുണ്ടെന്ന് പറയാവാണ്, എന്റെ ഫ്രണ്ട് ചെയ്ത വർക്കാണ്. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്ന് നീതിമാനെ കരകയറ്റുന്നത് അനുഗ്രഹീതനാവുന്നു. പിള്ളേരൊക്കെ ഒരു സിനിമാറ്റിക് മറ്റേ സിനിമ പിടിക്കണ ക്യാമറ ഒക്കെ എടുത്ത് കൊടുത്താൽ എന്ത് ലെവലാവൂല്ലേ. അവരൊക്കെ DSLR-ലും
അത് ഇതിലൊക്കെ ആയിരിക്കുമല്ലോ ചെയ്ത് വെച്ചിരിക്കണേ. അണ്ണാ ട്രിഗർ ആയിക്കോ, സീനില്ല. വാട്ട് എവർ യു പുൾ ഇറ്റ് ഓൾവേസ് ടേൺ യു എപ്പിക്. സിറ്റിക്കാരനെ എത്ര പെർസെന്റേജ് ക്യൂയിലാണോ? അണ്ണാ ഒരു അപ്പൊ അവനെ ക്യാമറ സർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ. 36. അപ്പൊ അവന്റെ ഇത് സർവർ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ ഇതൊക്കെ വലിയൊരു കാര്യം. നീ പോയി പറഞ്ഞോ. വേണ്ട അത് അപ്പൊ ബാഡായാലോ. വെയിറ്റിംഗ് ഫോർ ദിസ് മാസ്റ്റർ പീസ്. ടോട്ടൽ വാക്ക് ത്രൂ 5 hours. Well, let's get him. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. What time is it now? ഞാൻ ആദ്യം ഇയാളെ കണ്ടപ്പോ എന്തോ ഈ പ്രിവ്യൂ കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ലേ സള്ളി കണ്ടാണോ നീ? സള്ളി ഇല്ല, സള്ളി കണ്ടിട്ടില്ല ഫിലിം? ഇല്ല. സള്ളി എന്ന് പറയുമ്പം അടിച്ചു നോക്കുമല്ലോ, ടൈപ്പ് ചെയ്യുന്ന സൗണ്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടാ. ഇല്ല കണ്ടു. ഞാൻ ടോം ഹാങ്സിനെ കണക്കിരിക്കുന്നതാണോ ഞാൻ പറയാവുന്നത്? ടോം ഹാങ്സ്. നിങ്ങളൊക്കെ സള്ളി കണ്ടിട്ടില്ലേ പടം? സള്ളി ഗൈസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്ലിന്റ് ഈസ്റ്റ്വുഡ് ചെയ്ത മാസ്റ്റർ പീസ് ഫിലിമാണ്, മാസ്റ്റർ പീസ്. എന്റെ അമ്മോ കിടുക്കാച്ചി പടമാണ് ഗൈസ്, കണ്ടു നോക്കണ കേട്ടാ കാണാത്തവര്. ഞാൻ വിചാരിച്ച അതിന്റെ എന്തോ ഇതായിരിക്കും എന്നാണ് ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചേ. Well, let's get him. Well, let's get him. What time is it now? Who do we send? Wheels up in 5. Roger. Marines are loading in now. You and the sergeant are making the way on this. Sergeant, you're so contaminated. Let's get ourselves a win, yeah, team. Fucking hell. Ghost, you copy? Yes, sir. Any issues? Negative, sir. Out here. അതെ കോൾ ഓഫ് ഡ്യൂട്ടി ആണ്. അണ്ണാ ചോദിച്ചില്ലേ വാഷ് ചെയ്താൽ പോവില്ലേ എന്ന്? അണ്ണാ ഇത് ഫെയ്ഡ് ആവില്ല, പിന്നെ അക്രിലിക് പെയിന്റ് അല്ല ബ്ലീച്ച് പെയിന്റ് ആണ്. അവൻ നൈസായിട്ട് അതിനകത്തോടെ പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. നീ അതേ ഇട്ടേക്കണം, നീ വാഷ് ചെയ്യണ വീഡിയോ എന്തിനാ കള്ളനാ? നീ പ്രൂഫ് കാണിക്കണ്ട. കള്ളം പറയണ, കള്ളം. കള്ളം, ഞാനല്ല കള്ളൻ. അവൻ കണ്ടാ വെറുതെ അവൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, വീഡിയോ ഇട്ടില്ല, പ്രൂഫ് കാണിച്ചില്ല. പ്രൂഫ് വേണേ. She experienced 4 different emotions in less than 1 minute. Ummadığında bir güneş parlar bazen. Bitti derken her şeyinden gitti derken sabrettim ben. Tam o anda ummadığında bir güneş parlar bazen. Hayat şaşırtır hep zaten. Ben gittim öyle. ഞാനൊക്കെ എപ്പോഴേ ഞാൻ ആയിരുന്നപ്പെണ്ടെങ്കിൽ ഞാൻ അവനെ എപ്പോഴേ റിജക്ട് ചെയ്തേനെ സ്പോട്ടില്. പിന്നല്ലാതെ Bro, please come with me, bro. I am YouTuber. I need 20 kill. So don't kill bot, bro. I have one challenge, okay? Please accept and hear everyone. Please turn on your mic. Please mark bot, okay, bro? Because I have one challenge, bro. 20 kill challenge. Please turn on your mic. I will send you GPay for rupees, okay? Everyone, please turn on your mic, bro. Please turn on your okay, bro. Please check my channel also, bro. Please check my channel also, okay? Bro, channel, bro. Sai Poppy, bro. Sai Poppy. So both mark कर दो. I have 10k challenge. 20 kill is equal to 10k. Okay, I will send you 1k in GPay. Please check my channel, okay? 1k in GPay. എടാ എന്തൊക്കെ പറഞ്ഞല്ലോ, ട്രെയിൻ യുവർ മൈക്ക്, അതെന്താ പറഞ്ഞേ? Tran your mic, tran. Turn your mic on. എടാ എന്തിനാണ് ലാംഗ്വേജ് എന്തിനാ ഉപയോഗിക്കണേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അവന് മനസ്സിലായി, അതാണ് അത്രയും മതി. അല്ലാതെ ഗ്രാമൊക്കെയാണോ വേണ്ടത്? പിന്നെ കാര്യം അത്ര മനസ്സിലായത്, എവിടെ പോലും ജീവിക്കും നമ്മള് മലയാളികൾ, മനസ്സിലായ? അത്രയും മതി, അതിൽ കൂടുതൽ എന്തിന്? അണ്ണാ ദേവൂട്ടിന് വാങ്ങി കൊടുക്കാനാന്ന് പറഞ്ഞ അണ്ണ ന്യൂസ് ആക്കിക്കോ. ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് തിരിച്ചതിന് ശേഷം അങ്ങോട്ട് കോരുക. പിള്ളേരെ പേരും പറഞ്ഞ് അപ്പന്മാരൊക്കെ പെട്ടെന്ന് മേടിച്ചു പോണം കേട്ടോ. കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. ഒരു 2 ടേൺസ് വരൊക്കെ ഇത് മേടിച്ചാ ഞാൻ ദേവൂട്ടന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ലോറി കൊണ്ടുവരാളിയാ. എനിക്ക് ലോറി അല്ല, എനിക്ക് ബുൾഡോസർ വേണം.
അതന്നെ ഇതെടുത്ത് ബുൾഡോസറാ. JCB ഒക്കെ നമുക്കിത് കറക്കാൻ പറ്റും കേട്ടോ. ഈ ഫുൾ ബോഡി നമുക്ക് ആസിക്കകത്ത് തന്നെ നമുക്ക് മെറ്റൽ ബക്കറ്റ് ആണ് ഇത് മെറ്റൽ ബക്കറ്റ് ആണ്. ഓപ്പണൊക്കെ ഉണ്ടാവും ഒരു റിയൽ എഞ്ചിൻ പോലത്തെ നമുക്ക് ഫിൽ ചെയ്ത് ഓണാക്കി ഓഫാക്കുകയും ചെയ്യാം. വണ്ടി നമുക്ക് തള്ളി നീട്ടാം. ഒരു ഒറിജിനൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് നമ്മുടെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ ടോയ് ഗ്രേഡ് ആണെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ്സ് ഓണാക്കാം. എനിക്ക് ഉറപ്പാ ദേവൂട്ടന് ഇത് വേണം. ഇത് ദേവൂട്ടന് വേണം. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാ. ഇത് ദേവൂട്ടന് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടളിയാ. ഇതിനൊക്കെ എത്ര രൂപയാവും ഗൈസ്? ഓഫാക്കുകയും ചെയ്യാം. അതുപോലെ എഞ്ചിൻ സൗണ്ട് ഓഫ് 5000 രൂപയ്ക്കൊന്നും ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല മോനെ. 5000 രൂപയ്ക്കാ? 5000 രൂപയ്ക്കൊന്നും ഇത് കിട്ടൂല ഇതൊന്നും. മെറ്റൽ എടാ, ഒരു മെറ്റൽ സ്റ്റീൽ കാർ ചെറുതിന് തന്നെ എന്തൊരു വിലയായിരിക്കും. ഇതൊക്കെ 5000 രൂപയ്ക്കൊന്നും കിട്ടൂല. 10 to 20K. എല്ലാ ആംഗിളിലേക്കും നമുക്കിത് ഓടിക്കാൻ പറ്റും കേട്ടോ. അതാ ഉണ്ടോ ഇതിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പവറാണ് ഈ വണ്ടി. കാറുടെ പുള്ളിയുടെ ബാക്കിൽ ഇരിക്കണേ നോക്ക്. ടേബിൾ വലിച്ചോണ്ട് പോകുന്നുണ്ടോ? നമുക്ക് ഫ്രണ്ട് ടേബിൾ ആണെന്ന് വലിച്ചോണ്ട് പോണം. ഞാനോർത്ത് പുള്ളി വിരൽ വെച്ച് ഇതുണ്ട് നോക്ക്. ഇതിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് പുള്ളി അവിടെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിർത്തുക. അപ്പൊ തറയിലിരിക്കുന്ന സർഫസ് ടേബിൾ ആണത് വലിച്ചു നീക്കണം. നോക്കിയോ നല്ല പവറാണ് ഈ വണ്ടി. ഇതുണ്ടോ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഓടിക്കാം. പിന്നെ ഫുൾ ടൈപ്പ് 4 വീൽ ഡ്രൈവിൽ ഓടിക്കാം. പിന്നെ നമുക്ക് റിയർ വീൽ ഡ്രൈവിൽ ഓടിക്കാം. ഗൈസ്, ഇതാണ് റലാലോന്റെ MK07 1/7 സ്കെയില്. ഒരു ഭീകര സാധനമാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിഫറൻസ് ലോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ലോക്കേഴ്സ് ഫ്രണ്ടിൽ കുത്തിയുണ്ട്. ടയർ മാത്രം കറങ്ങുന്നുണ്ടോ? സോ നമ്മൾ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്കർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നീ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കിയാലും സൈസ് കണ്ടാടാ അതിന്റെ. ചുമ്മാ ഒരു രക്ഷയില്ല. ഹൈയും ലോയും ആയിട്ടുള്ള ഒരു 2 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്തുള്ള. ഒരു ലോഡ് ലൈറ്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. 70,000 to 80,000 ആണ് ഇവന്റെ പ്രൈസ്. 70,000 തൊട്ട് 80,000 രൂപ വരെയാണ് ഇതിന്റെ പ്രൈസ്. ഒന്ന് ഒരു സ്കൂട്ടർ വാങ്ങിക്കാം. ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ സുന്ദരിനെ പണിയാം. സ്കൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ ചെറിയ റേറ്റ് ഒന്ന്. ഇത് ദേവൂട്ടന് ഇഷ്ടപ്പെടും. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ 5 മാസമല്ല ആയുള്ളൂ. 6 മാസമൊക്കെ ആവുമ്പോ ഇഷ്ടപ്പെടും ഉറപ്പാ. 1 മാസം കഴിഞ്ഞ അവൻ എന്തായാലും ഇഷ്ടപ്പെടും. ഉറപ്പ് ദേവട്ട അതിന്റെ മേളിലിരിക്കും. നമ്മൾ ഓട്ടിക്കും. ഏത് കൊള്ളാം അടിപൊളി 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 കിടിലം വിഷയം. അണ്ണാ, ഇത് ഞാൻ വരച്ചതാണ്. ബാഹുബലി 2 ക്ലൈമാക്സ് സീൻ. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അടിപൊളിയുടെ കിടിലം കിടിലം ശ്രീത്തെ. നൈസ് 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 നൈസ്. 13 വയസ്സുള്ള കുട്ടി രക്ഷിതാക്കളോട് ദേഷ്യപ്പെടും. കാരണം ഇത് കുട്ടി നിങ്ങളെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആണ് നിങ്ങൾ അവന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അതുവരെ കുട്ടികള് അച്ഛന്റെ അമ്മേനെ ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അറ്റൻഷൻ സീക്കിംഗ് ഒക്കെയാണ്. 13 വയസ്സാകുമ്പോൾ അവന്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്ന് അവനൊരു വ്യക്തിത്വം വരും. അപ്പൊ അവന് മനസ്സിലാവും ഇനി ഇവരെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന്. അവൻ അവന്റെ പ്രകൃതം കാണിക്കും. അവന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കും. അവന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കും. അത്രയും കാലം മക്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാതെ അല്ലെ കാണാത്തൊരമ്മ അത് കാണുമ്പോൾ ആകെ തകർന്നു പോകും.
അപ്പോഴാണ് അവർ കുട്ടിക്ക് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ അങ്ങനെ വരുന്ന 99% കേസുകളിലും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരാറ് പാരന്റ്സിനാണ്. 13ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ അപ്പയോടും പപ്പയോടും മമ്മിയോട് ഞാൻ ഇത് ചിലപ്പോ മേ ബി സയന്റിഫിക്കലി ഇവര് ചിലപ്പോ പ്രൂവണോ വല്ലതും ആയിരിക്കും, എനിക്ക് അറിയണം. പക്ഷെ 13ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ പപ്പയോടും മമ്മിയോടൊക്കെ ചൂടാവാനും ദേഷ്യപ്പെടാനും പേടിയായിരുന്നു സത്യമായിട്ടും. പിന്നെ എന്നെ അടിച്ച് തേടിപ്പിക്കൂലേ, ഒരു സംശയമില്ല, എന്നെ അറിയൂലേ വീട്ടില്. അത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ എന്റെ കാര്യം പറയണേ, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. പിന്നെ എന്റെ കൊച്ചിന് 13 വയസ്സായിട്ടില്ല, 5 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞ് വളർന്നു വന്ന് 13 വയസ്സാകുമ്പോൾ ഞാൻ എന്റെ അച്ഛൻ എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് തരാം. മോനായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ 13ാമത്തെ വയസ്സിൽ എന്റെ അച്ഛനോട് അമ്മയോട് ചൂടാവില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ദേഷ്യം കാണിക്കുകയൊന്നും ഇല്ലായിരുന്നു. അവകാശങ്ങളാ. ഈ പെൺകുട്ടികൾ വലിയ കുട്ടിയായാൽ നമുക്ക് അറിയാൻ സംവിധാനമുണ്ട്, അവര് ഋതുവാവും. ആൺകുട്ടികൾ വലിയ കുട്ടിയായോ എന്നറിയാൻ ആകെയുള്ള വഴി ഈ ദേഷ്യം പിടിക്കുക, ശബ്ദത്തില് കുറച്ചുകൂടി സ്വാതന്ത്ര്യം വരിക, ഞാൻ എന്റേത് എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയാം, ഫ്രണ്ട്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക, ഉപദേശം ഇഷ്ടമില്ലാതാവുക. ഇതൊക്കെ അവരുടെ ഒരു വളർച്ചയായിട്ടാണ് കണ്ടത്. അതിലൊരെണ്ണം ശരിയാണ് കേട്ടോ, ഉപദേശം ഇഷ്ടമല്ലാതാവുക. അതെനിക്ക് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ കുട്ടികൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഉടനെ നിങ്ങൾ പാൽപ്പായസം അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അടുത്ത വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുക. കാരണം എന്റെ വീട്ടിൽ പെൺകുട്ടി വലിയ കുട്ടിയായാൽ ഞാൻ ആഘോഷിക്കുന്നത് പോലെ ആൺകുട്ടികൾ വലിയ കുട്ടിയായെന്നുള്ള ലക്ഷണമാണത്. അത് ആഘോഷിക്കുകയാണ് വേണ്ടത്. അവനെ ഒരു വലിയ വ്യക്തിയായി കണക്കാക്കണം എന്നാണ്. അന്ന് മുതൽ കുട്ടികളോട് പെരുമാറുന്ന രീതി ഇപ്പം ഞാനിപ്പോ എന്റെ എക്സാമ്പിൾ പറയാം. ഇതുപോലെ ഇപ്പൊ ഞാനിപ്പോ എന്റെ 13ാമത്തെ വയസ്സിൽ ഇങ്ങനെ പപ്പയുടെ അടുത്ത് ഇങ്ങനെ ചൂടായിരുന്നെങ്കിൽ പാൽപ്പായസം അല്ല ഇഡലി സാമ്പാറും ഉണ്ടാവും എന്റെ വീട്ടിൽ. അതും മരണാന്തര ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ ദിവസമല്ലേ, ആ 16ാമത്തെ ദിവസത്തിന് എന്റെ വീട്ടില് ഇഡലിയും സാമ്പാറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാട്ടുകാർക്ക് കഴിക്കാൻ. അത് 100%. അതിന് ആ കാര്യത്തിൽ അത് സത്യമാണ്. എടാ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു 3-4 വർഷമായിട്ട് കുടുംബം നോക്കണത് ഞാനാണ്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഡിസിഷനോ കാര്യങ്ങളോ മമ്മിയോട് പറഞ്ഞോണ്ടിരിക്കുമ്പോ പപ്പ അതുവഴി പോയാൽ എന്റെ ശബ്ദം താഴും. ഞാൻ സത്യമായിട്ട് പറയണേ, എനിക്ക് പേടി അങ്ങേരെ ഇപ്പോഴും. എനിക്ക് പറയാൻ ഒരു മടിയില്ലടാ. എന്നെ അങ്ങേരെ ആയ കാലത്ത് മറ്റേ അങ്ങേരെ എനിക്ക് അങ്ങനെ കണ്ടാൽ തന്നെ ഞാൻ എന്റെ എല്ലാം ഇതാവുമായിരുന്നു. ഇപ്പോഴും ഞാനിങ്ങനെ മമ്മിയെടുത്ത് മമ്മി അത് ചെയ്യണ്ട, ഇത് ഇങ്ങനെ ചെയ്താ മറ്റേ ഭീഷ്മയിലെ സീൻ കണക്ക് സമയമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൈയൊക്കെ അടിച്ച് ഞാനിങ്ങനെ മേളിൽ പോരും. മനസ്സിലായി? ഇതാണ് ഞാൻ എന്റെ കാര്യം ഓണസ്റ്റായിട്ട് പറയണേ. ഇതാണ് ഞാൻ അത് എനിക്ക് ഈ പറഞ്ഞ സാധനം എന്റെ ഇതിനകത്ത് അങ്ങനെ വന്നിട്ടില്ല. സത്യമായിട്ട് പറയാലോ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ എല്ലാത്തിനും ഈ T47 പിള്ളേരെ വലിച്ചിടല്ലേ. അമ്മമാർക്ക് ദേഷ്യം വന്ന അമ്മമാർ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് സിറ്റിക്കകത്തിട്ട് അടിച്ച് പറിക്കുവേ. അടിയെല്ലാം കൊള്ളാടെ ഞങ്ങളാണേ. ഇത് എല്ലാത്തിനും ഇങ്ങനെ ഓരോ പറയല്ലേ അമ്മമാരെ, മനസ്സിലായ? സത്യം പറഞ്ഞ ഈ സിനിമയില് അച്ഛൻ്റെ അടുത്ത് ഏറ്റവും ഹോണസ്റ്റ് ആയിട്ട് നിൽക്കണ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മോനെന്ന് പറഞ്ഞ പുള്ളി ആയിരിക്കും അല്ലേ. പുള്ളിക്ക് വേണ്ടി ആളും സ്വന്തം ജീവൻ വരെ പോയി ആളുടെ. സത്യം പറഞ്ഞ ഇടില പടവാടാ, എന്തൊക്കെ പറഞ്ഞല്ലോ എന്റെ അമ്മ. അണ്ണാ ബാബു, അച്ഛനില്ലാത്ത കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരായിരിക്കും, നിന്നെ പോലെ. തമാശയാ. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലെ നിങ്ങളെ പോലെ. അതെന്തൊരു ഡബ്ബല്ലേ, ആ ഡബ്ബ് സൗണ്ട് കേട്ടോ നിങ്ങള്? അയ്യോ, കമലഹാസന് ഡബ് ചെയ്തൊക്കെ സൗണ്ട്. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലെ നിങ്ങളെ പോലെ. എന്തൊക്കെ സാധനങ്ങള് കാണണം ദൈവമേ, ഒരു ദിവസം ജീവിച്ചു പോണമെങ്കിൽ. റിയലി എൻജോയ്ഡ് യുവർ RP ഓസം. റിയലി RP ലൈഫ് റിയൽ ലൈഫ്. റിയാക്ഷൻ മാത്രം ചെയ്തിരുന്നു സബ് കൂട്ടുന്ന സേച്ചുമാരി ലൈവ് കാണണം. പ്രശ്നമായല്ലോ അവർക്ക് വിഷമാവൂല. എത്ര നാളുണ്ട് ലൈവ് ചെയ്യണത്? അമൽ ട്യൂറ്റൂടെ അവനിവിടെ കണ്ട കിക്ക് ചെയ്തേക്കണേട്ടാ. ഇവര് അടിപൊളിയായിട്ട് RP ചുമ്മാ പറഞ്ഞേട്ടാ. അവളിപ്പോ റെഗുലർ ആയിട്ട് RP കളിക്കണ കൊച്ചാണ് നമ്മുടെ റൈറ്റ് ബോക്സ്. സത്യമായിട്ട് കീരിയാണെങ്കിലും ഈ കൊച്ചാണേലും നന്നായിട്ട് RP കളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഫ്രീ ആയി കഴിയുമ്പോൾ ഡൈന ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയുണ്ട്, റാഷ, നമ്മുടെ സെർവർ കളിക്കുന്നത് പുള്ളിക്കാരി. ഇന്നൊരു RP ഇട്ടുണ്ട്, നിങ്ങളൊന്ന് ഫ്രീ ആകുമ്പോൾ കണ്ടു നോക്കണം കേട്ടോ.
ഒരു ഹോസ്പിറ്റലിൽ ചേക്കുന്ന ചെയ്തേക്കുന്ന ആർക്കും കണ്ടു നോക്കണം കേട്ടോ. ജീൻസാണ് സമാധാനിപ്പിക്കും. മോളെന്തിനാണ് വിഷമിക്കുന്നത്? ഒന്നുമില്ല. ടർഫ് പ്ലാൻ ചെയ്യാൻ വിളിച്ചിട്ട് 2 ദിവസമായിട്ട് ആളെ സത്യം മോളുടെ വിഷമം തിരക്കാൻ വേണ്ടിട്ട് പുള്ളി ലേറ്റ് നൈറ്റ് സിറ്റി ആക്റ്റീവ്. ഞാൻ ഇതിനെ വിളിച്ചപ്പോ സെർവറിന്റെ കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു തോന്നുന്നു പുള്ളി 2 ദിവസമായിട്ട് സെർവറെല്ലാം ചെയ്തോണ്ടിരിക്കണേ. മോൾ എന്തിനാ വിഷമിക്കണേ? ഇത് എന്റെ സിനിമാറ്റിക്സിൽ പുള്ളി എന്നോട് പറഞ്ഞ ഡയലോഗാണ്, മനസ്സിലായ? പറയുന്നത് ഞാനിവരടുത്ത് എനിക്കൊന്ന് കാണിച്ചു തരാൻ പോലും പറഞ്ഞിട്ട് അവര് കാണിച്ചു തന്നില്ല. അവസാനം അവര് കാണിച്ചു തരാന്ന് പറഞ്ഞു. എനിക്ക് ദൂരത്തുനിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി. സിറ്റിയിൽ അറിഞ്ഞില്ലേ ആള് ക്യാരക്ടർ ഉണ്ടാക്കി പോയി. ഇവര് കൊറേ മരണമുണ്ട് കേട്ടോ സിറ്റിയില്. എന്തിനാ കരയുന്നത്? എനിക്കാളൊന്ന് കണ്ടാ മതി. കണ്ടോ പറയണ കേട്ടോ, സിറ്റിയിൽ RP ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? അല്ലേ, സിറ്റിയിൽ RP ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? കാണിച്ചേരാ RP എന്തുവായാലും ഇത് എങ്ങനെയാടാ നിസ്സാര കാര്യമൊന്നും ഇങ്ങനെയുള്ളവരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു. നല്ലൊരു ഫീച്ചറുണ്ട് ആട്ടോ കൊച്ചിന്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ കളിക്കുന്ന RP ആണെന്ന് ഞാൻ ആലോചിച്ചു. നമ്മളിപ്പം ഒറ്റയടിക്കല്ല നമുക്ക് കിട്ടണമെന്നില്ല. നമുക്കും ഒരു ഇത് വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതെ, ഞാനും എന്റെ പെണ്ണ് വരാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. കാത്തിരിക്കുന്നുണ്ട് ഒരു കൊച്ച് സിറ്റിയില്. ഞാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനും കമ്മിങ് സൂൺ. കഷ്ടപ്പെടണം. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു, നന്നായിട്ട് കഷ്ടപ്പെട്ടു. ബട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴായിരിക്കും കിട്ടുന്ന. ഞാൻ ഒരു സത്യം പറയാൻ പോണ്. ഇനിയിപ്പോ അടി കിട്ടിയാലും വേണ്ടിയില്ല, ഞാൻ സത്യം പറയണം. എന്റെ പൊന്നും ക്യൂട്ടി പോയി മോളെ, റിയൽ ലൈഫിലും എനിക്ക് സമാധാനം കിട്ടിട്ടില്ല. കുറച്ച് ദൂരം സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിറ്റിയിലൊക്കെ കയറുന്നത്, മനസ്സിലായോ? ഞാനിവിടെയെങ്കിലും കുറച്ച് സന്തോഷവും കെയറിങ്ങും ഒക്കെ ഞാൻ അനുഭവിച്ചോട്ടെ. എന്നെ വെറുതെ വിടൂ പ്ലീസ്. റിക്വസ്റ്റ് ചെയ്തു, പ്ലീസ് വെറുതെ വിടൂ. വോട്ടറെ മേടിക്കൂലല്ലോ, കൊന്നാലും ഞാൻ വോട്ടർ മേടിക്കൂലല്ലോ. അല്ല പിന്നെ അന്തസണ്ണ ന്യൂ കോൾ അൺലോക്ക്. അന്തസണ്ണ ന്യൂ കോൾ, പുതിയ കോൾ വന്നാ? അല്ല ഞാൻ വിളിക്കുന്ന ഇയാളല്ലേ വിളിക്കാൻ പറഞ്ഞത്? അടിയും കൊള്ളും കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക് എന്ന് പറയുമ്പം ഞാൻ വിളിക്കുമെന്ന് പറയും. അല്ല സാറേ, ഉത്തർപ്രദേശിലെ കാര്യം ചോദിക്കാനാണ്. ഉത്തർപ്രദേശിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഹലോ, ഉത്തർപ്രദേശിൽ എന്താ ചെയ്യണ്ടോ ഇവരെ? ഹലോ, ഉത്തർപ്രദേശിലാണെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അപ്പൊ സാറിനൊന്ന് ഇടപെട്ടൂടെ? പാവങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എവിടെ വീട്? ഞാൻ മണിപ്പൂരിൽ നിന്നാണ്. മണിപ്പൂർ? ഓ, മണിപ്പൂരിലാണോ ഇയാള് ഉള്ളത്? ഓ, ഇയാളെ പേരെന്താ? എന്റെ പേര് ഭഗത് സിംഗ്. ഭഗത് സിംഗോ? ഓ. നാട്ടിലെവിടെ? അയ്യോ, ഞാൻ ഈ സ്ഥലം അറിയില്ല സാറേ. ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ല. നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. ചില്ലറ കഴിയാണോ? നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. നിനക്ക് നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? പിന്നെങ്ങനെയാ നീ കേരളം അറിയുന്നത്? നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോ? ഫാദർ. കോൺ സാ ഫാദർ? ഓടാ,
അവസാനം പറഞ്ഞേട്ടാ പോടാ. എന്ത് പോടാ. കാര്യങ്ങളല്ലേ? എടാ, അയാളുടെ ഇവരൊക്കെ എന്ത് സംസാരം ചോറുണ്ടല്ലോ. ഇവരൊക്കെ ധൈര്യം നോക്കടാ. ഇവന്മാരെല്ലാം ബൂത്തിന്നായിരിക്കും വിളിക്കണേ. പിന്നല്ലേ എടാ, എന്നാലും CCTV സ്വന്തം അതൊക്കെ ആണെന്ന് ഉണ്ടാവൂലടാ. ഇവരെ ഒന്ന് വെറുതെ വിടരുത്. ഇവരെയൊക്കെ പിടിച്ച് അടിക്കണം. ഇവരെയൊക്കെ പിടിച്ച് ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയാണോടാ വർത്താനം പറയണേ? ഓ, എന്തൊരു സുഖമല്ലേ കിട്ടണേ. ഇതൊക്കെ ഇത് ഒറിജിനൽ ആണോ ശരിക്കും ഗൈസ്? അതൊരു MLA സത്യമല്ലേ? ഇവന്മാർക്കൊക്കെ എന്തൊരു ധൈര്യമായിരിക്കും. ഒരു MLA വിളിച്ചിട്ട് ഇമ്മാരി വർത്താനം പറയണമെങ്കില്. പോടാ പോടാ പോടാ. കൊള്ളാം. അടിപൊളി 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 അടിപൊളി. സൂപ്പർ നൈസ് നൈസ്. ഹായ് ഗൈസ്, ഇതാണ് ഓലയുടെ ഏറ്റവും പുതിയ ഡയമണ്ട് ഹെഡ് ഇലക്ട്രിക് സൂപ്പർ ബൈക്ക്. ആ സത്യല്ലേ, ഇവിടുന്ന് കണ്ടപ്പോ ഒരു RC ഹായ് ഗൈസ്, ഇതാണ് ഓലയുടെ ഏറ്റവും പുതിയ ഡയമണ്ട് ഹെഡ് ഇലക്ട്രിക് സൂപ്പർ ബൈക്ക്. 2023 ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ അവർ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് പ്രൊഡക്ഷൻ റെഡിക്ക് മുമ്പുള്ള വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു കോൺസെപ്റ്റ് മോട്ടോർ സൈക്കിളാണിത്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യുന്നത് 2027 ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ലക്ഷത്തിലായിരിക്കും. അപ്പൊ അത് ഓൾറെഡി ഓല ഇന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കും. 5 ലാഖിന് എവിടെ പോവാ നമ്മള്? 5 ലക്ഷം രൂപ വണ്ടിയോ? 5 ലക്ഷമൊക്കെ എന്തൊക്കെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. 0 to 100 എത്താൻ ജസ്റ്റ് 2 seconds മാത്രം മതി. ഒരു ഡുകാറ്റി പനിഗാലി V5 എന്റെ അമ്മ 0 to 100 2 സെക്കൻഡോ? 2 സെക്കൻഡ് അളിയാ മരിച്ചു. ഇതൊക്കെ എടുത്ത കേറി. അങ്ങനെ നമ്മള് സ്വർഗത്തിലും പോവാം. ഫോറിനേക്കാളും സ്പീഡാണ്. ആക്സിലറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഭീകര പവർ ഡെലിവറി ആയിരിക്കും. ആക്റ്റീവ് ആയിട്ടുള്ള എയറോഡൈനാമിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഹബ് സെന്റർഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതായത് ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ സെറ്റപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇറങ്ങുന്നത്. എഡാസ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് വിത്ത് ആക്റ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ടാണ്. അതുപോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും ആക്റ്റീവ് എർഗണോമിക്സും അഡാപ്റ്റീവ് സസ്പെൻഷൻ സെറ്റപ്പും അൾട്രാ ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ഇതിന് ഒരു ഫീച്ചേഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുമായിട്ടാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ആടാ ഇത്. ഹെഡ്ലൈറ്റ് ഇല്ലെന്ന് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിമിംഗലം ഒരു കുതിരയെ പോലെ ആയ പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാനേ പറ്റത്തില്ല. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് വീഡിയോയിലും ഫോട്ടോയിലും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനായിട്ട് വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. 10 ലക്ഷം രൂപയുടെ സീനയുടെ അടുത്ത ആളാ പറയണെന്നോ? ബ്രോ, ഞാൻ അങ്ങനെയല്ല പറയണേ. ഓല പോലത്തെ ഒരു കമ്പനിയുടെ പെട്ടെന്ന് ഇത്രയും വലിയൊരു റേഞ്ചിലുള്ള ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ്. ഞാൻ 0 to 100 in 2 seconds എന്ന് പറഞ്ഞാൽ അത് എന്താ? റോഡ് ലീഗലാണോ? എനിക്കറിഞ്ഞൂടാ. പിന്നെ റോഡ് ലീഗൽ അല്ലാത്ത സാധനം എങ്ങനെ വെക്കും? എടാ, പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാം. ഈ കാണാൻ കൊണച്ച ഷേപ്പിൽ ഇരിക്കുന്ന വണ്ടികൾക്കൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ കിടില എയറോഡൈനാമിക്സ് ഉള്ളത്. ഇല്ലല്ല, അങ്ങനെ ആവൂല കേസ്, അങ്ങനെ ആവൂല. അത് ഇത്ര ഇഷ്ടംപോലെ സമയമുണ്ട്. എനിക്ക് 1 മിനിറ്റ് ഉണ്ടോ? നീ അല്ലടാ എന്റെ അടുത്ത് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞത് നിന്റെ വകയിലെ അമ്മൂമ്മ മരിച്ചു പോയി, 3 ദിവസം സിറ്റിയിലുണ്ടാവില്ലെന്ന്. കള്ളൻ. എല്ലാ കള്ളന്മാരല്ലേ? സത്യം. നിന്നെ പോലെ 3 ദിവസം സിറ്റിയിലുണ്ടാവില്ല, അവന്റെ വകയിലൊരു അമ്മൂമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞാണ് അവൻ. എന്താണ് ഇതിന്റെ സെറ്റപ്പ്? മീശ, കൊമ്പ മീശ.
പിന്നെ നമുക്ക് ആദ്യം ഇതിൽ തന്നെ തുടങ്ങാം. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഇത് നമ്മള് വെറുതെ ഷോയ്ക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണോ അല്ല ഇത് വർക്കിംഗ് ആക്കുകൊണ്ടോ? വർക്കിംഗ് ആക്കാൻ വേണ്ടി തന്നെ വെച്ചേക്കുന്നതാ. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, വർക്കിംഗ് കേടല്ലേ, എഞ്ചിൻ പൊട്ടിത്തെറിക്കൂലേ, പൊട്ടിക്കാൻ തന്നെ വെച്ചേക്കുന്നില്ല. ഇത് മറ്റേ പുള്ളിക്കാരനല്ലേ? പൊട്ടിക്കാൻ തന്നെ വെച്ചേക്കാം. പരീക്ഷിച്ചു നോക്കാം, പൊട്ടുമോ ഇല്ലെന്നുള്ള പരീക്ഷണം. പൊട്ടിയാ പൊട്ടും, പൊട്ടാന്നുണ്ടെങ്കിൽ ബാക്കി അടുത്ത പരിപാടി. പിന്നെ ഇതില് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി ഒന്നും ലോഡ് ചെയ്യാൻ ബാക്കിയില്ലാത്ത രീതിയിൽ എല്ലാം ലോഡ് ചെയ്യും. ഹൈറ്റ് ഉണ്ടോ എല്ലാ സൈഡിലും എല്ലാം. തല വരെയാണ് ബോണറ്റ്, മനസ്സിലായേ? എക്സ്ട്രീം സൈഡിലെ എക്സ്ട്രീം ലെവലിൽ എല്ലാം ലോഡ് ചെയ്തിട്ട് ഇതിനെ ഇറക്കുള്ളൂ. ആ ഒരു ഇതിലാണ് ഇത്രയും ഡിലേ വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 4 വർഷമായി പ്രോജക്റ്റിന്റെ മണ്ടായി. 4 വർഷം കഴിഞ്ഞു ഈ പ്രോജക്റ്റിന് വേണ്ടി മാത്രം. അപ്പൊ ഇവൻ ഡിലേ ആയതുകൊണ്ട് മാത്രമാണ് മാറ്റ് മാക്സ് എന്ന് പറയുന്ന സംഭവം ഇറക്കേണ്ടിയിരിക്കും വന്നത്. ഇതിന്റെ സസ്പെൻഷൻ ലിഫ്റ്റ് ഒക്കെ എത്ര ഇഞ്ചാണ് ഈ ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കണേ? ഇത് എത്ര ഇഞ്ചാ ലിഫ്റ്റ് ചെയ്തേക്കുന്നേ? ഡിലേ ആയില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ ആദ്യം ഇറക്കത്തുള്ളായിരുന്നു. അപ്പൊ ഇത് അല്ല, ഇത് ഒരാളായിട്ട് പോകാൻ പറ്റില്ല. ഈ വണ്ടിയില് ഒരാൾ എടുത്തു കയറ്റാൻ വേണം കൂടെ എപ്പോഴും. ഏണി കൂടെ കൊണ്ടുപോകണം. വണ്ടി വീലില് ചവിട്ടി കയറാ, വീലില് ചവിട്ടി കയറാല്ല ഇല്ലേ? 5 ഫീറ്റ് ലിഫ്റ്റ്. 5 ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആകെ 5.6 5.7 എന്തോ ഉള്ളൂ. എന്റെ സൈസിലുള്ള ലിഫ്റ്റ് കിട്ടി. ഇറക്കുമ്പോ എല്ലാരും പ്രതീക്ഷോ ഞാൻ അങ്ങനെ താഴത്ത് പോകാത്ത രീതിയിൽ ഇറക്കുള്ളൂ. ഒരു ബോംബ് തന്നെ ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ വൈരാൻസി റോഡ് ലീഗല്ല, എന്തായാലും ഇതിന്റെ പുറത്തിരുത്തി കൊണ്ടുകൊണ്ട് വരും കോളേജിലൊക്കെ. This combo is good. ഇത് എന്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ഗൈസ്. നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിഞ്ഞുവിടാ. ഞാൻ രണ്ടുപേരുടെ ഫാനാണ്, വിജയ് സൂര്യ, അങ്ങനെ എനിക്കൊരു ഇതൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറയാണ്, ഈ പടത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ രോമാഞ്ചം. അതായത് ഒന്നാമത് ലാലേട്ടന്റെ ഫാൻ ബേസ് അറിയാം, വിജയുടെ ഫാൻ ബേസ് എല്ലാവർക്കും അറിയാം. ഇത് രണ്ടുപേരുടെ മിക്സ് ആയിട്ട് ഒരു തിയേറ്ററിനകത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും? എന്റെ അമ്മോ, ഞാൻ ആ തിയേറ്ററൊക്കെ നിന്ന് കത്തി അതുപോലെയായിരുന്നു ആ സമയത്ത്. പറയാതിരിക്കാൻ വയ്യ. എനിക്കൊട്ടും വയ്യടി ബേബി, മേലാകേതന ഇടക്കിടക്ക് വിളിച്ചു നീ എന്ത് സാധന, ബേബി നീയാണ് ജോഡി, നീയില്ലെങ്കിൽ പേടി, ഹേ ബേബി ഈ തക്കുടൂനെ തനിച്ചാക്കി പോയക്കല്ലടി, ബേബി നീയില്ല ജീവിതമില്ല കന്യാ, ബേബി നീയില്ല ജീവിതം കാറ്റത്തലയും പഞ്ഞാ. എന്നിട്ട് ലാസ്റ്റ് എക്സ്പ്രഷൻ കണ്ടായിരുന്നോ? സത്യം നാക്ക് വെച്ച് എന്തിനാ കാണിച്ചു? എന്നിട്ട് ഇപ്പൊ കാണിക്കുന്ന കാണണം, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ അഭിനയം. ഇതൊക്കെ എക്സിസ്റ്റൻസിന് വേണ്ടി ചെയ്തു പോയ കാര്യങ്ങളല്ലേ? ഇപ്പൊ എന്താ എക്സിസ്റ്റൻസ് വേണ്ടേ? ഇപ്പൊ ന്യൂസെൻസ് ആയോ എക്സിസ്റ്റൻസ് ഒക്കെ? എനിക്കിപ്പോ അത് പറ്റണില്ല. രാത്രി വാച്ചസ് നല്ല ഇടി ഇടിക്കുന്നുണ്ടല്ലേ? അതല്ല, അതുകൊണ്ടൊന്നും അല്ല. ഞാൻ പറയാം നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിലായി, വളയ്ക്കുന്നത് വരെ, വളച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് സെറ്റായി അല്ലെ കല്യാണമൊക്കെ നടക്കുന്നത് വരെ നമ്മൾ ഒരു ദിവസം 14 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ വിളിക്കും, ഫോണിൽ സംസാരിക്കും, എഫേർട്ട് ഇടും, കാണാൻ പോവും. ഇതൊക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതാണ്, മനസ്സിലായ? കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ സെറ്റ് ആയതിനു ശേഷം അതൊക്കെ അങ്ങ് കുറയും, മനസ്സിലായ? കുറയും. കുറയുന്നതിൽ തെറ്റില്ല, പക്ഷെ ഇല്ലാണ്ടാവരുത്. അതുപോലത്തെ ഒരു സാധനമാണ് ഇത്, മനസ്സിലായ? അന്ന് ഞാൻ ഇവിടെ വളയ്ക്കാൻ വേണ്ടി നടക്കുമായിരുന്നു, മനസ്സിലായ? വളച്ച് സെറ്റാക്കി ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴല്ലേ പന്നിപ്പുണ്ടേ പന്നിത്തോട്ടവും ഇതെല്ലാം പിന്നെയാണ് വരുന്നത്, മനസ്സിലായ? അത് വന്നു കഴിഞ്ഞാണ് ഞാനിങ്ങനെ മാറിപ്പോയത്. എന്തും ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ അത് പറഞ്ഞപ്പോഴാ നിന്റെ കോഴിക്കടക്ക് എന്തായി? കുഴപ്പമില്ല, ഞാനിപ്പോ കാറ് കഴുകിയിട്ടതേ ഉള്ളൂ, എന്റെ പുതിയ കാറ് ബുഗാട്ടി. ഏതാ? ബുഗാട്ടി കിട്ടിയല്ലേ? ഒന്ന് കറക്കി നോക്കിയേ. നിനക്കൊക്കെ എങ്ങനെയാണ് 2000 രൂപയൊക്കെ? ഇല്ലടാ, ഞാൻ കറക്കണില്ല. കറക്കി ചിലപ്പോ എനിക്ക് കിട്ടിയില്ല, വിഷമമാവും. ഞാൻ വീണ്ടും പൈസ ഇറക്കും. വേണ്ട, എനിക്ക് ബുഗാട്ടി വേണ്ട.
ഞാൻ നിങ്ങളുടെയൊക്കെ ബുഗാട്ടിയൊക്കെ ഓടിച്ച് ഞാൻ പയ്യെ സൈഡിൽ കൂടെ ഒക്കെ പോക്കോളാം. എനിക്ക് സ്കിന്ന് വേണ്ട പബ്ജി PC സ്ഥിരമായിട്ട് കളിക്കണ പോലെ. 2000 രൂപയ്ക്ക് കിട്ടിയ 2000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പാണോ? 2000 രൂപയ്ക്ക് കിട്ടും ഉറപ്പാണോ? ഞാൻ പറയുന്ന ഒരു സീനെ കിട്ടും. അത് കിട്ടും. ഞാൻ 2000 രൂപ 2000 രൂപ 2000 രൂപയ്ക്ക് ഞാൻ പെട്ടി തുറക്കട്ടെ. 2000 രൂപയ്ക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ആ കിട്ടിയില്ലെങ്കിൽ അണ്ണാ 2000 എന്ന് പറയുമ്പോ ചില്ലറയും കൂടെ വരും കേട്ടോ. 2300 ചില്ലറ. അത് വേണ്ടേ. അല്ല 2300 ചില്ലറ അത്രേ ഉള്ളൂ. അണ്ണാ 300 രൂപ വാവസായിട്ട് വരും. അണ്ണാ 2000 രൂപ ഇട്ടാ മതി. ബാബു എനിക്ക് 2300 തരുമല്ലോ. 2300? പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. ഓണം കഴിഞ്ഞിട്ട് കടമായിട്ട് വെച്ചിരുന്നാ ഞാൻ തരാം. ഓണം കഴിഞ്ഞ തരാം. ഇല്ല പിന്നെ കറക്കാം. ഇന്ന് വേണ്ട പിന്നെ കറക്കാം. നമുക്ക് ഇന്നായിരുന്നെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ക്യാഷ് ബാക്ക് ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. വേണ്ട പബ്ജി ലൈവ് കറക്കാം. ഞാൻ ചോദിക്കുന്നോണ്ട് നിങ്ങൾ ആരും എന്നെ തെറി വിളിക്കരുത്. ഇത് ആരെന്നറിയാ കളിയായികളെ? ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ. നിന്റെ വീട്ട് ഊമ്പനല്ലേ? ഞാൻ മനസ്സിലായ. അണ്ണാ ചോര് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം. ഇതും എന്താണ്? ഏതൊക്കെ ടീമാണ് ഇവര്? സ്പെയിനും ഇത് പോർച്ചുഗലും. ഇത് പോർച്ചുഗലാണ്. ഇത് സ്പെയിൻ. അല്ല അപ്പുറത്തെ ഇത് പോർച്ചുഗല്. ഇത് സ്പെയിൻ. പിന്നെ ആണോടാ? സംശയമില്ല 100%. അല്ല എസ് കണ്ടില്ലല്ലോ. ഞാൻ ടേബിളിൽ വെക്കുമല്ലോ. മലയാളിയല്ലേ? അവൻ ആരാടാ ലോങ് റേഞ്ചറൊക്കെ അടിച്ച് കേട്ടണുണ്ടോ? അവൻ അത് പിക്കു. പുള്ളിയുടെ തൊട നോക്കിയോടാ. എന്റെ അമ്മ ഇത് എന്തിനു വെട്ടി വെച്ചിരിക്കണ? ഇത് കട്ടിങ്സ് ആണ് ഇത്. അപ്പൊ അതുപോലെ ഇങ്ങനെ ചെത്തി കിടക്കും. എന്റെ അമ്മ നോക്ക് തൊട ഉണ്ടാക്കിയറേ. നല്ല തൊട. നിക്കണ നിപ്പ് കണ്ടോ? ചറഞ്ഞിട്ട് രോമാഞ്ച് വന്നല്ലേ ആ സീൻ. കണ്ടോടാ അത്? ഇതുണ്ടോ? ഇത് എന്റെ അമ്മ അവസാനം കാണുമ്പോ രോമാഞ്ചം. എടാ ഇപ്പൊ എടുത്തത് പെനാൽറ്റി അല്ലല്ലോ, ഫ്രീ കിക്ക് അല്ലേ? അല്ലല്ല എനിക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ കെവിനെ? അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്ന പോലെ നടിക്കരുത്. ചോദിച്ചു മനസ്സിലാക്കണം. മനസ്സിലായി? ഞാൻ ഫുട്ബോൾ കാണുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് അറിയാത്ത കാര്യം ഞാൻ ചോദിച്ചു മനസ്സിലാക്കണു. അത്രേ ഉള്ളൂ. അതിൽ മടിയുള്ളവന്മാര് മറ്റേ നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കണ കുണ്ണുകളാണ് ഏറ്റവും വലിയ. മറ്റേ എല്ലാം അറിയാവുന്നത് പോലെ ഇരിക്കുന്ന കുറെ കുണ്ണുകളുണ്ട്. മനസ്സിലായി? എനിക്ക് ലോകത്തുള്ള എല്ലാം അറിയാം. എന്താ സംശയം ചോദിച്ചാൽ തെറ്റ് പോടാ അവിടുന്ന്. അവന്റെയൊക്കെ ഞാൻ കാണുന്നില്ല. അവിടെ ചോദിച്ചത് അവന്റെയൊക്കെ സംശയം ചോദിച്ചാൽ അവന് ഭയങ്കര ഇതാണ്. Put money down on all of us, on my people now, on what I love. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നിങ്ങൾക്കൊക്കെ പഴയ ഫോർച്യൂണറിന്റെ ലുക്കാണോ ഇഷ്ടം, പുതിയ ഫോർച്യൂണറിന്റെ ലുക്കാണോ ഇഷ്ടം? എനിക്ക് നിന്റെ അടുത്തല്ല, ചാറ്റില ചോദിക്കുന്നത്. പക്ഷെ അത് ഞാൻ ബാബു ഞാൻ നിന്നെ ഡീഗ്രേഡ് ചെയ്യുമല്ലേ കേട്ടോ ബാബു. പക്ഷെ ഇതല്ലേ ഇതിന് മുന്നത്തല്ലേ ഇൽബ്രോ പറയുന്നേ? ഇതിനു മുമ്പ് പഴയ ഫോർച്യൂണർ ഫ്രണ്ടിലെ 2 ഇതൊക്കെ വരുന്നില്ലേ? അതൊക്കെ ലുക്കാണ്. നൈസ്. പുതിയ വണ്ടി കൊള്ളത്തില്ല എന്നല്ല ബ്രോ ഞാൻ പറയണേ. എനിക്ക് പഴയതിന്റെ ഫേസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പെർഫോമൻസ് എനിക്കറിയാം. ഇപ്പോഴും കിടലും അപ്പോഴും കിടലും എല്ലാം അടിപൊളിയാണെന്ന് എനിക്കറിയാം. കാരണം നമ്മള് ബാബുവിന്റെ വണ്ടി കൊണ്ട് ഞാൻ പോയിട്ട് എടുത്തിട്ട് കറക്കിയതാണ് നമ്മള് കഴിഞ്ഞ ദിവസം. ദിസ് ഫിലിം ആൻഡ് സുരാജ് ദശമൂലം താമോ എന്ത് ക്യാരക്ടറാണ് ഇത്?
ഇത് എന്ത് ക്യാരക്ടർ അല്ല ആ സമയത്ത് കുറെ ക്രിഞ്ചാന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആ ക്യാരക്ടറിന്റെ വൈബ് കിട്ടുന്നത്. അല്ല ഇത് ദശമൂലം നാമല്ലേ ഇത്? ആ ക്യാരക്ടർ അല്ലേ ഇത്? അതന്നെ. ഹലോ ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ. വണ്ടി എടുക്കടാ. അവനാ ശുഷ്കാന്തി കണ്ട ശരി പോയ ആള് വൃത്തി കിട്ടവനെ, നീ എന്തിനാണ് അവന്റെ സുസ്കാന്തി നോക്കി? മാപ്പൊന്നും പറയണ്ട. അപ്പൊ സീനല്ലേ? സൗണ്ട് എഫക്ട്സ് ഒക്കെ മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു പിടിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും പിടിച്ചു നിന്നതാ. മുതലാളി എന്നോട് ക്ഷമിക്കണം. ദാമ ഒരു കോമഡി പീസ് തന്നെ. അയ്യോ കുപ്പി ഇത് എടുത്ത് വെക്കണം. മൺഡേ ലീവ് എടുത്ത് 9 ദിവസം അവധി. വീട് ഞാനിപ്പോ വരാം. വീട് പിന്നെ കഞ്ഞി അസ്ത്രം അന്തസ്. ഇതെന്താ? കുപ്പി നേരത്തെ എടുത്ത് വെക്കണം. മൺഡേ കൂടെ ലീവ്. ഇതെന്താ നോട്ട് പാഡാ? സെപ്റ്റംബർ 30 പൂജവെപ്പ് ചൊവ്വ. ഒക്ടോബർ 1 പൂജവെപ്പ് ബുധൻ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വെള്ളിയാഴ്ച. ഒക്ടോബർ 3 28-ാം ഓണം വെള്ളി. എടാ ഇത് ബാക്കിയുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നണില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. എനിക്കിതൊരു വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നണില്ല. അതെ, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. ഒരു സെക്കൻഡ്, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ ഗ്രൂപ്പിലേക്കുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇടാം. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ കാണാം. എന്തൊക്കെയാണോ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഓക്കെ, എടുത്ത് ഇതാക്കി വെച്ചോ കേട്ടാ. എടാ ഈ അലിൻ ജോസ് പെരേര ആരാടെ തല്ലി എന്ന് പറയുന്നത് സത്യമാണോ? എന്താണ് ഈ അലിൻ ജോസ് പെരേര ആരോ തല്ലി എന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ റീലൊക്കെ ഇറങ്ങിയായിരുന്നു. അങ്ങനെയാണ്. അതാ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ആണല്ലേ? പിന്നെ പുള്ളി അതുപോലെ ഒരു ദിവസം എടുത്ത് പറഞ്ഞായിരുന്നു പുള്ളി നേരിട്ട് തല്ലു എന്നൊക്കെ. ഫേക്ക് ആണല്ലേ? ഫേക്ക് ന്യൂസ് ആണല്ലേ? അതൊക്കെ ഫേക്ക് അലിഗേഷൻസ് ആണ് അതൊക്കെ. ഗുഡ് മോർണിംഗ് സാർ. എന്താ വെറും മോർണിംഗ് ഗുഡില്ലേ? അതങ്ങനെ സാറിന്റെ ബാഡ് മോർണിംഗിൽ തുടങ്ങുകയല്ലേ? ഈ ഗ്രൂപ്പിൽ പിള്ളേരല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആരുമില്ലേ ഞങ്ങളോട് മത്സരിക്കാൻ? സെബാസ്റ്റ്യൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പടം നിങ്ങളെല്ലാവരും കണ്ടാണോന്ന് അറിഞ്ഞൂടാ. ഇതിനകത്ത് ദിലീപ് ലാസ്റ്റിലത്തെ ഓട്ടം ഇല്ലേ, 100 മീറ്റർ ഓടാൻ ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുത്തു. മനസ്സിലായേ? ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് എങ്ങനെയും പുള്ളി ഫിനിഷിംഗ് പോയിന്റിൽ എത്തണേന്ന്. ലാസ്റ്റ് സീൻ ഇജാതി സ്ലോ മോഷൻ ആണ്. മനസ്സിലായ? പുള്ളി 1/2 മണിക്കൂർ എടുക്കുവാൻ എടുത്താൻ. പക്ഷെ പടം ഭയങ്കര കിടലുമാണ്. നല്ല ഫിലിമാ. നല്ല കുറെ കോമഡി സീനുണ്ട്, കുറെ ഇതുണ്ട്. നമ്മൾ ആ സമയത്ത് കാണുമ്പോ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഭയങ്കര വിഷമവും മറ്റേ വാഷി ഇതെല്ലാം വരുമായിരുന്നു. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. ആ മറ്റേ കമോണില്ലേ, കമോൺ ആ സാധനം, അത് 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാ. അപ്പോ അർജുന്റെ സ്റ്റാർട്ടിങ് പിഴയ്ക്കണം. അവന്റെ തുടക്കം പിഴച്ചാ പിന്നെ രാഹുൽ ജയിക്കാൻ എളുപ്പമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനാണ് ആയേ പറ്റൂ. നൈസ്
നൈസ് നൈസ്. അല്ലെ കാലിനെന്തോന്ന് കിട്ടിയളിയ? എന്താ കാലിന്? അത് നീ പടം കണ്ടാലേ മനസ്സിലാവൂടാ. കാലിന് ഒരു വെട്ട് കിട്ടും. വെട്ട്. അത് ഏത് വണ്ടിയടാ? ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ഇതല്ല അംബാസഡർ ആണോ? അത് കോണ്ടസ് ആയിരിക്കും. കോണ്ടസ് ആണോ? അത് 800 ആണോ? അത് ഈ HM അപ്പൊ ഇങ്ങനെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ വണ്ടി അത്. അതാ ഞാൻ പറഞ്ഞേ, അത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആണ്. മനസ്സിലായത് ഏതാ വണ്ടി അത്? ഇതിപ്പോ പത്മിനിയാണോ? കോണ്ടസ് ആണോ? പത്മിനി അല്ലല്ലോ, കോണ്ടസ്. കോണ്ടസ് ആയിരിക്കും. അതാ കോണ്ടസ് ആണ്. എന്തൊക്കെ ഈ ആടൊക്കെ ഓർമ്മയുണ്ടോ? ട്രെയിനും ലോറിയും പഴപൊരിയായി തിന്നിതാ, കൂട്ട തെറ്റിപ്പോയൊരു പെണ്ണിനെ പിടികൂടിതാ. ഇപ്പൊ കണ്ടോ, ഇവൻ ഗമ്മോൺ സ്വിംഗ് മാത്രമേ കഴിക്കൂ. ആട്ടം ആടി ഞാൻ, ഡിസ്കോ സ്റ്റെപ്പും ഇട്ടു ഞാൻ. 60s കാലം മുതൽ ഈ സമയം വരെയുണ്ടാ. കമോണിന്റെ ടേസ്റ്റടാ, ലോങ് ലാസ്റ്റിംഗ് ടേസ്റ്റടാ. കമോൺ ആട്ടം പോരെയോ, ഇനിയും വേണ്ടയോ? കമോൺ പുതിയ കമോൺ ചൂയിങ് ഗം. ഇതിന്റെ ഫ്ലേവർ ലോങ് ലാസ്റ്റിംഗ്. കമോൺ അത് കോണ്ടസ് അല്ലായിരുന്നു, അംബാസഡർ ആയിരുന്നു കേട്ടാ. മലയാളത്തിൽ അംബാസഡർ. ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? അംബാസഡർ അല്ല. കോണ്ടസ് ഏത് ഇതിന്റെ വണ്ടിയാ? അതാ ഞാൻ പറയാം, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ആണോ കോണ്ടസ്? അതിന് ആണെന്നാണ് തോന്നുന്നത്. ആണോ? എനിക്ക് അറിഞ്ഞൂടാ, ഉറപ്പില്ല. അതിന്റെ മൈക്ക് ക്ലിയർ ആണോ? ക്ലിയറാ. എത്തിയോടാ? അടിച്ചു നോക്കാം, സംശയം തീർക്കാം. ഹിന്ദുസ്ഥാന്റെ കോണ്ടസാ. കോണ്ടസ ആണോടാ? ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. കോണ്ടസ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ആണ്. ഇതൊക്കെ നമുക്കറിയാണ്ട വണ്ടിയുടെ കാര്യമൊക്കെ. അതെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ആണ് കോണ്ടസ. കോണ്ടസൊക്കെ ഇപ്പൊ എത്ര വിലയുണ്ട്? 1 ലക്ഷം. 1 ലക്ഷം രൂപയ്ക്ക് നിന്റെ അണ്ടി കിട്ടും. അണ്ടി സെക്കൻഡ്. ദിസ് മോഡൽ ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്. നല്ല മെയിൻറ്റൈൻഡ് വണ്ടിയൊന്നും കിട്ടൂല അതിനൊന്നും. മറ്റേ 7 സിറിയാക്ക് ഈ ഇടയ്ക്ക് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, പഴയ ഒരു വണ്ടി. തമിഴ്നാട്ടിൽ പോയി. അത് എത്ര രൂപയെന്നറിയോ അതിന്? ഇല്ല. പിന്നെ നീ എന്തിനാ എത്ര വലിച്ചു നീട്ടിയത്? പിന്നെ നീ എന്തിനാ എത്ര? ഞാൻ വരച്ച എല്ലാം അറിയായിരിക്കും. അതെ. അല്ല കെവിനെ, നിക്കോണിനെ കൊട്ടാരക്കര വെച്ചേ എന്ത് കിടന്ന് ഉറങ്ങി. പറയല്ലേ, നിക്കോണിത് നമ്മുടെ കൂടെ മറ്റേ ഇതിന് പറഞ്ഞിട്ട് ചിരിക്കളിയാ, നമ്മളും ചിരിക്കാൻ. നിക്കോൺ ഇത് നമ്മുടെ കൂടെ മറ്റേ കൊച്ചിന് മറ്റേ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് നിക്കോണിന്റെ അക്കൗണ്ടിലായിരുന്നല്ലോ ഇത്. നിക്കോൺ ഇത് പൈസ കൊടുക്കാൻ വേണ്ടി കൊട്ടാരക്കരയിൽ വന്ന സമയത്ത് കൊട്ടാരക്കരയിൽ എത്തിയപ്പോ സ്റ്റാൻഡിൽ വെച്ചൊരണ്ണനെ ഇവിടെ അടുത്ത് ലോഡ്ജില് റൂമുണ്ട്, നീ വരുന്നോന്ന് പറഞ്ഞ് തോളത്ത് കയറി പിടിച്ച്. സീരിയസ് ജീവനം കൊണ്ട് ഓടി. ഇവൻ പോലീസിനെ വിളിച്ച് സീരിയസ് ആയിട്ടോ? ഇവിടെ 55 റൂമുണ്ട്, 201 വന്നാ മതി, ഫുഡൊക്കെ വാങ്ങി തരാം. പൊളിച്ച്. അപ്പൊ നിന്റെ പൈസ ഫുഡാണല്ലേ? അപ്പൊ നീ റൂമിലൊക്കെ പോയല്ലേ? കറക്റ്റ് റൂം നമ്പറൊക്കെ അറിയാം. പറഞ്ഞോണ്ട് അല്ല, ഞാൻ ജീവൻ കൊണ്ട് ഓടി. എടാ സത്യം പറഞ്ഞ ആമ്പിള്ളാർക്ക് പോലും ഇത് നിങ്ങൾ ഫൺ, അപ്പാർട്ട് ഫ്രം ദ ഫൺ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആമ്പിള്ളാർക്ക് പോലും വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. തമാശ ഇതിനകത്ത് ഫൺ എലമെന്റ് വിട്ടോ, അത് കഴിയുമ്പോ ഉള്ള ഇത് ആലോചിച്ച് നോക്കിയേ. ആമ്പിള്ളാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഡാർക്ക് സിറ്റുവേഷൻ അല്ലേ? ബസ്സിൽ പോകുമ്പോ ഓരോരുത്തന്മാര് ജാക്കി വെച്ചോണ്ട് വരും, ഓരോ കളവന്മാര്. വെച്ചതാ, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആലോചിക്കാൻ പോലും പോയ 4 പാൻറ്റൊക്കെ ഇട്ട് ഇറങ്ങി കേട്ടോ എല്ലാരും. ഒരു കിലോ ആപ്പിൾ ബാക്കി താൻ പറ്റും. ഇത് 70 രൂപയുണ്ട്, ബാക്കി വെച്ചോ.
80 രൂപ. ബാക്കി വെച്ചോ. 1 കിലോ ആപ്പിൾ 80 രൂപ. 1 തരം 2 തരം 100 രൂപ. ഒരു ആപ്പിൾ 100 രൂപ. 100 രൂപ. 1 തരം 2 തരം 150 രൂപ. 150 രൂപ. 1 തരം 2 തരം 200 രൂപ. 1 കിലോ ആപ്പിൾ 200 രൂപ. 1 തരം 2 തരം 1000 രൂപ. 1 കിലോ ആപ്പിളിന് 1000 രൂപ. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, 1 കിലോ പെട്രോളിന് 1000 രൂപ. ആപ്പിൾ 1000 രൂപ. 1 തരം 2 തരം 2000 രൂപ. ഈ കടക്ക് എന്ത് വിലയാ വരിക? ഈ കടക്ക് എന്ത് വില വരുമെന്ന് നമ്മളിത് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷൻ കത്തിക്കാൻ പോവാ. അടുത്ത ഇത്ര ആൾക്കാരുണ്ട്. ഇത് നമ്മൾ പട്ടയ്ക്കാൻ പോണ്. കണ്ണാടി കടമിഴി മുങ്ങ് പൊന്നണിഞ്ഞ തിരുനീയോ മായല്ലേ മായല്ലേ. ഇതിന്റെ പകുതി കോൺഫിഡൻസ് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേടാ. പകുതിയുടെ പകുതി കോൺഫിഡൻസും സോഷ്യൽ ആങ്സൈറ്റിയും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എനിക്ക്. പറയല്ലേ എന്റെ കാത് പതിയെ നീ. ഞാനല്ലേ ഞാനല്ലേ നിന്മാരൻ നറുനില നില മിഴിയ നില നില മൊഴിയ ഒളിയും വിനയരുതേ. നന്നായിട്ട് പാടുന്നുണ്ട്. വെറുതെ എടുത്തോളന്ന് പ്ലേ ചെയ്ത് കളയാ ഞാൻ. പിന്നെ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. വെറുതെ വാശിയായിട്ടല്ലേ. സ്ലീപ്പ് സ്ലീപ്പ് സായിപ്പില്ലേ. സായി പോപ്പി ബ്രോ. ഗോൾഡൻ മൊമെന്റ്സ്. പബ്ജിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ പറഞ്ഞ കാസ്ട്രോയുടെ സ്ട്രീം. ഏത് സോൾ കാസ്ട്രോയുടെ അല്ല, ഇഗ്നേറ്റ് കാസ്ട്രോയുടെ സ്ട്രീം. കാസ്ട്രോയുടെ കൂടെ സ്പൈയോപ്പിയും പാബ്ലോ ഗെയിമിങ്ങും ഡോക്ടർ ഗെയിമിങ്, ഇവര് 4 പേര് ഒരുമിച്ചിട്ടുള്ള സ്ട്രീം. അതൊരു എന്റർടൈനിങ് സ്ട്രീം ആയിരുന്നു. അതേസമയം തൊട്ടപ്പുറത്ത് എനിക്ക് തോന്നുന്നത് ഒരു മലയാളിക്ക് ഈ സ്പോർട്സ് പ്ലെയർ ആകാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്ത നേഡിങ് സ്പെഷ്യലിസ്റ്റ് ആയ ബ്ലൈൻഡ് സൈക്കോയുടെ സ്ട്രീം. ഇതേ ബ്ലൈൻഡ് സൈക്കിന് ഒരുത്തം വന്ന് TDM നല്ല രീതിയിൽ തോപ്പിച്ചു. എന്നിട്ട് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു TDM കിങ് എന്നുള്ള ടൈറ്റിൽ കൊടുത്ത ഹാരി TDM. ഈ ഹാരി TDMത്തിനെ ഒരു പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ട് പോയിരുന്നേ മർസീകള്. ഇതൊക്കെ നടക്കുന്നിടയിൽ ഏഷ്യൻ സെർവറിൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നിട്ട് കേരള നമ്പർ 1 പേരിട്ട സൈപ്പോപ്പി. ഇതൊക്കെയായിരുന്നു പബ്ജിയുടെ ഗോൾഡൻ മൂമെന്റ്സ്. എന്താലേ. പക്ഷെ ഇതിനകത്ത് മിസ് ഔട്ട് ചെയ്ത കുറച്ച് ആൾക്കാരെ ഞാൻ എടുത്തു പറയട്ടെ. ഒടിയൻ, സെബൂട്ടി ഗെയിമിംഗ്, ബാബ ഗെയിമിംഗ്, ഇവർക്കൊക്കെ സെപ്പറേറ്റ് ഫാൻ ബേസ് വേറെ ഉണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. സെബൂട്ടി ഉണ്ട്, കേരള ബോയ്, ഗോഗു, മനസ്സിലായ? ഇങ്ങനെ കുറെ പേരുണ്ട്. എന്ന് വെച്ചാ അത് സ്ട്രീമിംഗ് എന്നുള്ളൊരു സാധനമല്ല. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ കാസ്ട്രോ, ഗോഗു അവരൊക്കെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് സൈക്കോ ഒന്നും ഇല്ല. സൈക്കോ ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്, മനസ്സിലായി? സൈക്കോ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഞങ്ങളെല്ലാവരും അത് കഴിഞ്ഞിട്ടാ വന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് വരുന്നത് നമ്മളെല്ലാവരും. ഈ എക്സ്പെയിനും സൈക്കോ നിക്കൊക്കെ ഗൈസ് പിന്നീടാ, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ, മനസ്സിലായി? പിന്നീടാണ് അവരൊക്കെ വരണേ. അവരൊക്കെ ബ്ലൈൻഡ് ആയതിനു ശേഷമാണ് അവരൊക്കെ വരുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ആയിരുന്നു ടോപ്പ് ക്രിയേറ്റേഴ്സ്. കാസ്ട്രോ, ഗോഗു, കണ്ടന്റ് ഉണ്ടാക്കുന്ന കേരള ബോയ്, തൊപ്പി എന്നൊക്കെ പറഞ്ഞാൽ അവൻ അങ്ങനെ ലൈവ് ഒന്നും ഇടത്തില്ലല്ലോ, ഇടയ്ക്ക് വീഡിയോസ് ഇടുക മാത്രമേ ഉള്ളായിരുന്നു. സ്ട്രീം ചെയ്യണതൊക്കെ ഇവരൊക്കെ ആയിരുന്നു. കാസ്ട്രോയും ഗോഗു ഒക്കെ ആയിരുന്നു സ്ട്രീമേഴ്സ്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാ പിന്നെല്ലാരും വരണേ. പിന്നെല്ലാരും ഓരോരുത്തരായിട്ട് വരണത് അന്നേരമാണ്. എന്ത് കിടിലമായിരുന്നല്ലേ. എന്തൊക്കെയായിരുന്നു ടോക്സിസിറ്റി, അടിക്ക് അടി, കളിക്ക് കളി, എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ്. ബ്രോ ഡ്രിഫ്റ്റിംഗ് എ ടാങ്ക്. In a crowd with some wine,
നമുക്ക് ഈ ഒരു വീഡിയോ നോക്കിയിട്ട് സിറ്റി കയറാം കേസ്. എത്ര സമയമായി നമ്മൾ വന്നിട്ട്? 1.5 മണിക്കൂറായില്ല ഇതൂടെ കയറിയിട്ട്. തീഫ് ഗോട്ട് അറ്റ് ഗെയിമിംഗ് ഗാഡ്ജറ്റ്സ് ഓർ മസ്റ്റ് സ്കോർ എ ഗോൾ ടു ഗോൾ. അവൻ മോട്ടിക്കാൻ കയറിയതാ കടക്കാത്ത കേട്ടാ, ഗെയിമിംഗ് കിടക്കാത്ത മോട്ടിക്കാൻ കയറിയത്. അവനൊരു പ്ലേ സ്റ്റേഷനിൽ ഗെയിം എടുത്തു കൊടുത്തിട്ട് ഒരു ഗോൾ അടിച്ചാ വിടാന്ന് പറഞ്ഞു. അവന് പറ്റണില്ല, 1.5 മണിക്കൂറായിട്ട് ഇരിക്കണേട്ടാ. അങ്ങനെ നിങ്ങൾ വേറൊരു കാര്യം കണ്ടായിരുന്നു ഗൈസ്? ഈയിടക്ക് ഒരു ജിമ്മിൽ എന്തോ മോഷണം നടത്തിയിട്ട് അവനെ നാട്ടുകാരോട് ഓടിച്ചിട്ട് പിടിച്ച് ജിമ്മിനകത്ത് കൊണ്ടുവന്ന് അതന്നെ വർക്കൗട്ട് ചെയ്ത 50 കിലോ ബെൻപ്രസിറ്റ് കൊടുത്ത് കേട്ടോ പയ്യല്. അവൻ ചത്തുപോയതിലേ ഉള്ളൂ. എന്റെ അമ്മോ, എന്തൊക്കെ സാധനങ്ങളാണ് ദൈവം ഇവിടൊക്കെ നടക്കണേ. നമുക്ക് സിറ്റിയിൽ കയറാം.